ഞാൻ അമ്പിളി. ഡിസംബറും ജനുവരിയും, അതായത് ജനുവരി എന്ന് പറയുന്ന ഒരുപാട് പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു മാസമാണ്. അതേസമയം ഡിസംബർ എന്നാകുമ്പോഴേനും റിയാലിറ്റിയാണത്. കാരണം എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഏകദേശം ഒരു ഫോമിലേക്ക് നമ്മൾ എത്തും. അതൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ആയിട്ട്, അല്ലെങ്കിൽ അതൊരു വിഷമോ ആയിട്ടൊന്നും കരുതണ്ട. നമ്മൾ ധൈര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോവുക. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അതുപോലെ അതിലൊരു റിയാലിറ്റി കാര്യങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നു പോവാതിരിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും നൽകാനോ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്യാനോ സാധിക്കുകയുള്ളൂ. നമ്മളെ മറന്ന് എത്ര തന്നെ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാനോ സന്തോഷിപ്പിക്കാനോ ശ്രമിച്ചാലും അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല എന്നുള്ളത് നമ്മൾ ഈ ജനുവരി ഡിസംബറും പോലെ ലാസ്റ്റ് ആകുമ്പോഴുമാണ് തിരിച്ചറിയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. അത് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ, നമുക്ക് സന്തോഷവും നമുക്ക് കൊടുക്കാനായി ഒരു മനസ്സും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ സ്വാർത്ഥത കാര്യങ്ങൾ, അമ്മയായാൽ ഭാര്യയായാൽ, ഇതുപോലെ തന്നെ ആണുങ്ങൾക്കും ഇങ്ങനെ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മാറ്റണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടതായ ചില റൂളുകൾ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയാൽ, അപ്പോൾ നമ്മൾക്ക് ഡെയിലി നടക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് നമ്മൾ ആ റുട്ടീനിലേക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. എവിടെ വെച്ച് അവസാനിച്ചോ അല്ലെങ്കിൽ എവിടെ വെച്ച് തീർത്തോ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, അല്ലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുക. ഈ ബാക്കിയുള്ള കടമകളും കാര്യങ്ങളോടും കൂടി നമ്മളൊരു ജോലി ചെയ്യാൻ പോയാൽ ആ ജോലി മാത്രമാണ്, ബാക്കിയുള്ള കടമകളും കാര്യങ്ങളും ചെയ്യണ്ടേ എന്ന് പറഞ്ഞ പോലെയുള്ളൂ ജീവിതം. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി ചെയ്യുക. അതിനുശേഷം നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ജീവിതം എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാകും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട്, ഈ സിനിമയിലോ അല്ലെങ്കിൽ കഥകളിലോ ഒക്കെ കാണുന്നത് പോലെ കുറേ പേര് ത്യാഗം ചെയ്യാനും കുറേ പേര് അത് അനുഭവിക്കാനും അങ്ങനെയൊന്നുമല്ല. ത്യാഗം ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ചത്ത് അല്ലെങ്കിൽ നമ്മളെ മറന്ന് നമ്മൾ ഒരിക്കലും ജീവിക്കാതിരിക്കുക. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് ഭൂമിയിലുള്ളത്. അത് നമ്മൾ മാക്സിമം സന്തോഷത്തോടു കൂടി, ഇത് പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ എല്ലാം വിഷമമാണ്. പറയാനാണ് എല്ലാം എളുപ്പം, പക്ഷേ അത് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. ഈ ജയിച്ചവരും സന്തോഷത്തോടെ ജീവിക്കുന്നവരും എല്ലാം അത് അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ബൈ.